actually we went there and then we decided that even to support the case we have to actually analyze and understand the situation first. So that was the first time that we decided to do a detailed survey of that area, at least to get an indicative picture as to what was happening there. So the survey was conducted in that village itself, in Peria. We visited about more than 100 houses. And the shocking fact was that almost all the houses had some disease or the other. Now, when we did that survey, what we found was that all the problems that men were having, basically cancer or something related to the skin, all of them were being reported little by little. But then all the women's problems, later we found out, we did not come out at all. Later, our women groups in the survey team went to the households. And then the whole thing just tumbled out. You know that what happened was all the reproductive health problems, all the gynecological problems, menstrual cycles being disrupted totally, all this started coming out. And every single woman whom we met were speaking about this. That was when our eyes completely opened to the reality of what endosulfan can cause. അവിടെ ഞങ്ങൾ വിശദമായിട്ട് പലരോടും ചോദിക്കുകയും സർവേ നടത്തുകയും ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പൊല്യൂഷൻ ഒരു സാധ്യതയില്ല. ഈ തീരപ്രദേശത്താണെങ്കിൽ പിന്നെയും വേണമെങ്കിൽ പറയാം, പക്ഷേ ഇവിടെ ഒരിക്കലും സാധ്യതയില്ല. ഓട്ടോമൊബൈൽ പൊല്യൂഷൻ അടക്കമുള്ള ഹെവി മെറ്റൽ പൊല്യൂഷൻ ഒന്നുമില്ല. അന്ന് ലെഡ് ഉപയോഗിച്ചിരുന്നു പെട്രോളിൽ, അങ്ങനെ ഒരു അഭിപ്രായം വന്നു. പെട്രോളിൻ്റെ ലെഡ് അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഹെവി മെറ്റൽ പൊല്യൂഷൻ, ഇപ്പോൾ ഇവിടെ അവിടെ കാറുകൾ പോലും വളരെ എണ്ണം കുറവാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഹെവി മെറ്റൽ പൊല്യൂഷന് സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആകെയുള്ള സാധ്യത പെസ്റ്റിസൈഡ് പൊല്യൂഷനാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് പ്രധാനമായിട്ട് എൻഡോസൾഫാനാണ്. അതുകൊണ്ട് ഇത് എൻഡോസൾഫാനായിട്ട് ആണെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ ഒരു 2-3 കൊല്ലത്തിനകത്ത് വിശദമായ എപ്പിഡെമിയോളജി സർവേ നടത്തണം. അതുവരെ ഇത് നിരോധിക്കണം. ഇതിനെ ബന്ധപ്പെട്ട രോഗികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളും പുനരധിവാസ സൗകര്യങ്ങളും ഉണ്ടാക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട്. കേരളത്തിലുണ്ടാവുന്ന ഈ സമാന്തരമായ മലയാളത്തിലുള്ള പത്രങ്ങളിലെയും ടെലിവിഷൻ പോലെയുള്ള ചാനലുകളിലെയും വരുന്ന വാർത്തകളും പുറത്ത് ഹിന്ദു ഉണ്ടാക്കിയതും, അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ ഡൗൺ ടു എർത്തിന്റെ ആളുകൾ വന്ന് ഇവിടെ ഒരു ആരോഗ്യ പഠനം തന്നെ നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു വലിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇതിനെ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലേക്കും ഭരണകൂടത്തിന്റെ ഇടയിലേക്കും എത്തിച്ചത്. NIOH പഠനത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. എൻഡോസൾഫാനിൽ ഈസ്ട്രോജനിക് അംശങ്ങളുണ്ട്. ഈസ്ട്രോജനിക് അംശങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെ? അത് ഇവിടെ കണ്ടെത്തിയിട്ടുള്ള രോഗങ്ങളാണ്. അവിടെ നടത്തിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് എപ്പിഡമിയോളജിക്കൽ പഠനമാണ്. എപ്പിഡമിയോളജിക്കൽ പഠനമാണ് ഇതിലെ അവസാന വാക്ക്. അതായത് തളിച്ച സ്ഥലത്തെ സ്കൂളിലെ കുട്ടികൾ എടുക്കുന്നു, തളിക്കാത്ത സ്ഥലം, അത് മീഞ്ചിയാണ് എടുത്തത്, അത് കൺട്രോൾ ഗ്രൂപ്പാണ്. ഈ തളിക്കാത്ത സ്ഥലത്തെ കുട്ടികളെടുത്ത് അവിടുത്തെ കുട്ടികളുടെ രക്തസാമ്പിളും അവിടുത്തെ മണ്ണിലെ സാമ്പിളുകളും അവിടെ ചെടികളിലെ സാമ്പിളും എടുത്ത് പരിശോധിച്ചു. അപ്പോൾ ഈ തളിച്ച സ്ഥലവും അതും തമ്മിൽ വലിയ അന്തരമുണ്ട്. തളിച്ച സ്ഥലത്ത് 5 ഇരട്ടിയാണ് രോഗങ്ങൾ. ഇത് അസ്വാഭാവികമാണ്. അപ്പോൾ എന്താണ് കാരണം? ആകാശത്തിലൂടെ 22 വർഷം എൻഡോസൾഫാൻ തളിച്ചിരിക്കുന്നു. In India, the first time that we got an order on a case of pesticides quoting or using the precautionary principle. So the Chief Justice, Justice Sri Krishna, actually said that on precautionary basis he is disallowing the use of use and sale of endosulfan in Kerala. This was a landmark verdict. This continues to be a landmark verdict in India. And so endosulfan issue is not just about a chemical or about health hazards. It's also about legal jurisprudence where the courts intervened to actually help protect the rights of the people and also the safe health of the people. മാറി മാറി വന്ന ഭരണാധികാരികളെല്ലാം എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കൊടും വിഷത്തിനു വേണ്ടി നിന്നപ്പോൾ VS കാണിച്ചിട്ടുള്ളൊരു ധീരത ഈ സമരത്തിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഭരണകൂടങ്ങളുടെ പിഴവാണ് എൻഡോസൾഫാൻ ദുരന്തം. കേന്ദ്ര കൃഷി സഹമന്ത്രിയായിരുന്ന KV തോമസ് അദ്ദേഹം കാസർഗോട്ട് വരികയും കാസർഗോട്ടുണ്ടായ ദുരന്തങ്ങൾ എൻഡോസൾഫാൻ കൊണ്ട് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പൊ കീടനാശിനി ലോബിയുടെ ആശയങ്ങൾ ഇങ്ങനെ നമ്മുടെ മന്ത്രിമാരൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ കേന്ദ്രമന്ത്രിക്കെതിരെ അതിശക്തമായിട്ട് ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരാൻ VM സുധീരൻ എന്ന വളരെ ആത്മാർത്ഥതയുള്ള നേതാവിന് സാധിച്ചു. When we started our work in 1999, there were 18 countries which banned endosulfan or restricted endosulfan. Stockholm in 2010 October, there was something like 71 countries which is already banned or phased out or in the process of withdrawing registration. And finally, when we reach December 2010, there are over 73 countries. To be precise, 74 countries which has banned, restricted or phased out endosulfan from its use and production and sale in those countries. So we are in a place where endosulfan is a shrinking market, where endosulfan is being given or shown the door by the international community, and but unfortunately in India the Ministry of Environment is not taking an action. They were hiding behind the Ministry of Agriculture, and Ministry of Agriculture believes that endosulfan is a wonderful chemical and they cannot ban it. കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എൻഡോസൾഫാൻ എന്ന മാരക വിഷം അറിയാതെ വന്നതല്ല, പലരുടെയും കയ്യൊപ്പോട് കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കീടനാശിനികളും പലരുടെയും കയ്യൊപ്പോട് കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിച്ച ആളുകൾ അതിനെ കൊണ്ടുണ്ടായ ഫലത്തില് ഉത്തരവാദികളാവേണ്ടതല്ലേ? കാസർഗോഡ് മാത്രമല്ല എൻഡോസൾഫാൻ ദുരന്തമുണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ തന്നെ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും എൻഡോസൾഫാൻ നിരോധിച്ചിരിക്കുന്നു എന്നതും എൻഡോസൾഫാന്റെ വിഷവീര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻഡോസൾഫാൻ അടക്കമുള്ള എല്ലാ കീടനാശിനികളും മണ്ണിന്, ജനതക്കും ജീവനും ദോഷകരമാണെന്ന് ലോകമെമ്പാടും തിരിച്ചറിയിപ്പിക്കാൻ എൻഡോസൾഫാന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നല്ലൊരു കാര്യമാണ്. 2000 സെപ്റ്റംബർ മാസത്തിൽ അധികാരത്തിൽ വന്ന ജില്ലാ പഞ്ചായത്ത് 2001 പദ്ധതി രൂപീകരണ സമയത്താണ് എൻഡോസൾഫാൻ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ വർഷം തന്നെ ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുകയുണ്ടായി. പ്രധാനമായും ഉൾക്കൊണ്ടത് ഇവരുടെ ചികിത്സയുടെ കാര്യമാണ്. ചികിത്സ ലഭ്യമാക്കുക, ഡോക്ടർമാർ പരിശോധിക്കുക, അതിനുശേഷം ആവശ്യമായിട്ടുള്ള മരുന്ന് നൽകുക, കൂടുതൽ ചികിത്സ വേണ്ടുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് അവരെ റെഫർ ചെയ്ത് അവരെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന് ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്. പോഷകാഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ആവശ്യത അനുഭവിക്കുന്ന, പോഷകാഹാര ദൗർലഭ്യം അനുഭവിക്കുന്നവരാണ് ഈ മേഖലയിലെ ഭൂരിപക്ഷം വരുന്ന ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുക എന്നുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ അവിടെ ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നില്ല, അതിനുള്ള സൗകര്യമില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിൽ സ്ഥാപനങ്ങൾ ഇവരുടെ വീടിന്റെ ചുറ്റുപാടുമായി ഇവർക്ക് പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ തൊഴിൽ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇത് റീഹാബിലിറ്റേഷൻ സെല്ല് ജില്ലയിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ചെയർമാനായും ജില്ലാ കളക്ടർ അതിന്റെ കൺവീനറുമായും ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിലെയും മറ്റു തലത്തിലെയും ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന ഒരു സെല്ലിനാണ് പിന്നെ അന്ന് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് അന്ന് ഗവൺമെന്റിന് സമർപ്പിച്ചത്.